പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവേ, ഇന്ന് പകൽ വീണ്ടും എന്നോട് ഇടപെടുമാറാകണമേ, അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. വിശ്വസിക്കുന്നവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. തുറന്നുള്ള സമയം പാഷ ബിജു ഡൊമിനിക് അവറുകൾ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നു. കർത്തൃദാസനെ ക്ഷണിക്കുന്നു. വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു കുടുംബം, അതുപോലെ വേദിയിലായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, വളരെ മനോഹരമായി ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിൻ്റെ ദാസൻ അനുരാജ്, കടന്നു വന്ന ദൈവജനം, ഈ ഓൺലൈനിലൂടെ ഈ മീറ്റിംഗ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ദൈവനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ വേഗം നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കുമല്ലോ. യോഹന്നാൻ 12:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരിക്കൽ കൂടെ ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ആത്മാർത്ഥമായി ചില നിമിഷങ്ങൾ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എന്ന പകലങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ആഴമേറിയ വചനത്തിൻ്റെ വെളിപ്പാടുകളെ കർത്താവ് ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, വചനം അങ്ങയുടേതാണ്, ഞങ്ങളും അങ്ങയുടേതാണ്. അവിടുത്തെ ശബ്ദത്തിനായി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. മാനുഷിക ശബ്ദങ്ങൾ കേട്ട് മടുത്തവരാണ് ഞങ്ങൾ. ഒരു വ്യക്തിയുടെ അറിവോ പഠിത്തമോ മിടുക്കോ ഞങ്ങൾക്ക് കേൾക്കണ്ട. കർത്താവിൻ്റെ ശബ്ദത്തിന് മുൻപിൽ ഇന്ന് പകൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഒരു ദൈവത്തിൻ്റെ വചനമാണ് നാം ഇവിടെ വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു സംഭവമുണ്ട്. അതായത്, സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വെറും 3 പ്രാവശ്യം മാത്രമാണ് പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം യേശു കർത്താവ് കേട്ടതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ അധികം പ്രാവശ്യം, അല്ലെങ്കിൽ എല്ലാ ദിവസവും യേശു പിതാവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെറും 3 പ്രാവശ്യം മാത്രമാണ് പിതാവിൻ്റെ ശബ്ദം പുത്രൻ കേൾക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 3 പ്രാവശ്യം അല്ലെങ്കിൽ 3 സന്ദർഭങ്ങൾ നമ്മൾ വ്യക്തമായി പഠിച്ചു നോക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായി അതിന് ഭയങ്കരമായൊരു ബന്ധമുണ്ട്. വേഗത്തിൽ ആ ഭാഗം ഒന്ന് ചിന്തിച്ച് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് യേശു ദൈവശബ്ദം കേട്ടത് എവിടെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം. 30 വർഷം തൻ്റെ മാതാപിതാക്കൾക്ക് യേശു കീഴടങ്ങിയിരുന്നതിന് ശേഷം 30-ാമത്തെ വയസ്സിൽ യേശു യോർദാനിലേക്ക് വന്നു. നമുക്കറിയാം, പ്രാരംഭത്തിൽ യേശുവിനെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജനനത്തിങ്കലാണ്. പിന്നെ യേശുവിനെ നമ്മൾ കാണുന്നത് ദേവാലയത്തിലേക്ക് യേശു കുഞ്ഞിനെ കൊണ്ടുവരുന്നതാണ്. അതിനുശേഷം യേശുവിനെ നമ്മൾ കാണുന്നത് 12-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം വേദപുസ്തകം യേശുവിനെ കാണിക്കുന്നത്, വെളിപ്പെടുത്തുന്നത് തൻ്റെ 30-ാമത്തെ വയസ്സിലാണ്. ഈ 30 വർഷവും യേശു കീഴടങ്ങി പാർത്തു എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശു എങ്ങനെ പാർത്തു? എല്ലാവരും പറഞ്ഞ് കീഴടങ്ങി. അടുത്തിരിക്കുന്ന കൈക്കൊന്ന് കൈ പിടിച്ചിട്ടെന്ന് പറഞ്ഞ് കീഴടങ്ങി എന്ന് പറഞ്ഞ്. നമുക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കീഴടങ്ങിയിരിക്കാൻ, അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ, അല്ലേ? നമ്മൾ പിള്ളേരോടൊക്കെ പറയില്ല, അടങ്ങിയിരിയടാ, അടങ്ങിയിരിയടാ, അല്ലേ? അടങ്ങിയിരിക്കത്തില്ല, അല്ലേ? നമുക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ യേശു എന്ത് ചെയ്തു? കീഴ്പ്പെട്ടിരുന്നു. എത്ര വർഷമാണെന്നറിയോ? 30 വർഷം. എന്തിനാ 30 വർഷം യേശു അടങ്ങിയിരുന്നത്? 3.5 വർഷത്തെ മിനിസ്ട്രിക്ക് വേണ്ടി, 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു 30 വർഷം
അടങ്ങിയിരുന്നു. ഭയങ്കര ഒരു മർമ്മമാണ്. ക്രൈസ്തലോ, നമ്മളിവിടെ നേരെ തിരിച്ചു പോലും അടങ്ങിയിരിക്കുന്നില്ല. അതായത് 30 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 3.5 വർഷം പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അടങ്ങിയിരിക്കത്തില്ല. ഇത് യേശു 3.5 വർഷത്തെ മിനിസ്ട്രിക്ക് വേണ്ടി 30 വർഷം താൻ അടങ്ങിയിരുന്നു. ഇന്ന് പകലൊരു ദൂത് ഞാൻ അതിനകത്തൂടെ പറയാം. ഈ സമയം, ഈ സന്ദർഭം ഒരുപക്ഷെ നിങ്ങൾ അടങ്ങിയിരിക്കേണ്ട സമയമായിരിക്കാം. പക്ഷെ നിങ്ങൾ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്, വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ വെളിപ്പെടുന്നത് ലോകമറിയണമെങ്കിൽ നീ ഇപ്പോൾ അടങ്ങിയിരുന്നേ പറ്റൂ. എല്ലാവരുടെയും ജീവിതത്തിൽ, ദൈവദാസന്മാരുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ അടങ്ങിയിരിക്കുവാൻ ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അടങ്ങിയിരിക്കേണ്ട സമയം നമ്മൾ ചാടി പുറപ്പെടരുത്, അടങ്ങി തന്നെ ഇരിക്കണം. യേശുവിനെ അറിയില്ലേ? യേശുവിൻ്റെ ജനനത്തിങ്കൽ മുതലേ യേശുവിന് വെളിപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു സാധാരണക്കാരനല്ല, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇറങ്ങി വന്നവനാ. പക്ഷെ താൻ എന്ത് ചെയ്തു? അടങ്ങിയിരുന്നു, അടങ്ങിയിരുന്നു, അടങ്ങിയിരുന്നു. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയി യേശു ശുശ്രൂഷിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും തത്വജ്ഞാനികളും സദൂക്യരും യഹൂദ പ്രമാണിമാരും റബ്ബിമാരും ഒന്നടങ്കം ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? 12 വയസ്സുകാരന്റെ ജ്ഞാനമാണോ ഇവൻ ഈ പറയുന്നത്? ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്കറിയില്ല 12 വയസ്സുള്ള ഈ ലോകത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ കൊച്ചൻ പിതാവാം ദൈവത്തിന്റെ ഏകജാതനാണെന്ന് ഈ മിടുക്കന്മാരറിയാതെ പോയപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഒന്ന് ഞാൻ വിളിച്ചു പറയാം. നിന്റെ തലമുറയെ നോക്കി നീ വിലപിക്കുകയാണോ? അവന് ബുദ്ധി കുറവാണെന്ന് നീ പറയുകയാണോ? ഇന്ന് പകൽ ഒരു വാക്ക് നീ പറഞ്ഞേ: യേശുവേ, ആ ദിവ്യമായ ജ്ഞാനം എന്റെ തലമുറയുടെ മേൽ പകരണമേ എന്ന് പറ. ഹല്ലേലൂയ. ഇത് സ്വർഗീയ ജ്ഞാനമാ. അതുകൊണ്ടാ ഈ പണ്ഡിതന്മാരെല്ലാം കൂടെ ചോദിച്ചത്: ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? ഓ, ഇവൻ നമ്മളെക്കാൾ അധികം ശക്തമായി സംസാരിക്കുന്നല്ലോ, ഇവൻ സ്വർഗീയ വെളിപ്പാടുകൾ സംസാരിക്കുന്നുവല്ലോ. ആ ജ്ഞാനം സ്വർഗീയ ജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ജ്ഞാനം പ്രാപിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മടങ്ങി വരാം. ഇങ്ങനെ 30 വർഷം യേശു കീഴടങ്ങിയിരുന്നിട്ട് 30-ാമത്തെ വയസ്സിൽ പിതാവാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ യേശു യോർദാനിലേക്ക് നടന്നു വരികയാണ്. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യോഹന്നാന്റെ അരികിലേക്ക് യേശു ഇറങ്ങിച്ചെന്നു. യോഹന്നാൻ യേശുവിനെ കണ്ട് ഞടുങ്ങി. യോഹന്നാൻ പറഞ്ഞു: നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം. യോഹന്നാന് കാര്യം പിടികിട്ടി. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. എന്തിനാ? സ്നാനമേൽക്കാൻ. അതുകൊണ്ടാ യോഹന്നാൻ പതറിപ്പോയി. യോഹന്നാൻ പറഞ്ഞു: നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം. ഇതൊക്കെ എന്തിനാ പ്രിയരെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഫിലിപ്പിയർ 2:5 നമ്മളിങ്ങനെ വായിക്കുന്നു: ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്താ യേശുവിൻ്റെ ഭാവം? സൃഷ്ടിയുടെ മുമ്പിൽ സൃഷ്ടാവ് പോയി കുമ്പിട്ട് നിൽക്കാൻ യേശു തയ്യാറായെങ്കിൽ, സ്തോത്രം, 10 സ്റ്റേജും 10 പ്രവചനവും കൂടെ അടിച്ചു കഴിയുമ്പോൾ നീ പിന്നെ വലിയ ആനയാണെന്നും പറഞ്ഞ് നടക്കുന്നതൊക്കെ വെറുതെയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശുവിനില്ലാത്ത ഒരഹങ്കാരവും നിനക്ക് വേണ്ട, യേശുവിനില്ലാത്ത ഒരു ഉയർച്ചയും നിനക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നീ അവനെ ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ പേരും പറഞ്ഞ് കളിപ്പിച്ച് നടക്കുന്നവനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ യേശുവിനെ ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ സ്വഭാവവും കൂടെ നിന്നിൽ വരണം. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ താഴ്ത്തി. ആ വാക്കുകളൊക്കെ വായിച്ചു വിടാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ ആഴം എന്താ? അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു. താൻ പീഡിപ്പിക്കപ്പെടുമ്പോഴും ശിഷ്യൻ വന്ന് ഓതിക്കൊടുക്കുക: ഒരു വാക്ക് പറ, ഒരു ലഗ്യോനിലും അധികം ദൂതന്മാരിവിടെ ഇറങ്ങും,
റോമൻ ഗവൺമെന്റിനെ നമുക്ക് ഇല്ലാതെയാക്കി കളയാം, നീ ഒരു വാക്കു പറ. അന്നേരം യേശു എന്താ പറഞ്ഞേ? എൻ്റെ രാജ്യം ഇതല്ല, എൻ്റെ രാജ്യം ഈ കാണുന്ന ഐഹികമായ രാജ്യമല്ല. ഈ രാജ്യത്തൊരു രാജാവാകാനല്ല ഞാൻ വന്നത്. ഇവിടുന്ന് ഒരു കൂട്ടം എണ്ണത്തിനെ എൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനാ എൻ്റെ രാജ്യമതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫോളോ ചെയ്യണം പ്രിയരെ. ക്രിസ്ത്യാനി എന്ന പേര് കൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരായിരിക്കണം, യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സൃഷ്ടിയുടെ മുൻപിൽ സൃഷ്ടാവായവൻ വന്ന് വണങ്ങി നിൽക്കുക. യോഹന്നാൻ അമ്പരന്ന് പോയി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. പക്ഷെ യേശു പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകണം, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകണമെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഒന്നാമതായി യേശു ദൈവശബ്ദം കേൾക്കുന്നത് വേദപുസ്തകം എഴുതി വെച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ വാക്കുകൾക്കെല്ലാം ഭയങ്കര ആഴമുണ്ട്, വാക്കുകൾക്ക് ഭയങ്കര അർത്ഥമുണ്ട്. എന്താണ് ഈ ദൈവശബ്ദം ഇങ്ങനെ വെളിപ്പെട്ടത്? 30 വർഷം യേശു കേൾക്കാതിരുന്ന ദൈവശബ്ദം 30-ാമത്തെ വയസ്സിൽ യേശു കേൾക്കുകയാണ്, അതും സ്നാനമേൽക്കുമ്പോൾ. എന്താ അതിൻ്റെ കാരണം? എന്താ നമുക്കറിയാം. യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ഉരുവായ സംഭവം നമുക്കറിയാം അല്ലേ? ഞാൻ നമ്മുടെ ഭാഷയിലേക്ക് അതിനെ ഒന്ന് തർജ്ജമ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചിന്തയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ഭാഗം നിങ്ങളോടൊന്ന് വിവരിക്കാം. മറിയ ഇതുപോലൊരു മീറ്റിങ്ങിന് പോയിരിക്കുക. മറിയ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, കന്യകയായ മറിയ ഇങ്ങനെ മീറ്റിങ്ങിന് പോയിരിക്കുമ്പോൾ ഒരു ദൂത് മറിയോട് ഒന്ന് തലേ കൈവച്ച് ദൂത് പറയുക, നിന്റെ വിവാഹത്തിന് മുമ്പ് നീ ഗർഭം ധരിക്കും. ഇപ്പൊ ഹല്ലേലൂയ പറയാനൊക്കെ നല്ല സുഖമാണ്. നമ്മളോടായി ഈ ദൂത് പറഞ്ഞിരുന്നെങ്കിലോ? നമുക്ക് കേൾക്കേണ്ട ഇത് വല്ലോ ആണോ? ഗർഭം ധരിക്കുന്ന കാര്യം നമുക്ക് കേൾക്കേണ്ടത് എന്താണ്? അമേരിക്കയിൽ എന്നാണ് പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നത്, UK എന്നിങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, അപ്പോൾ വരെ എന്നാണ് പോകാൻ പറ്റുന്നത്, ഇതൊക്കെയല്ലേ നമുക്കറിയണ്ടേ. പക്ഷെ ദൂത് വന്നത് അങ്ങനെയല്ല. ദൂത് വന്നത് നിന്റെ വിവാഹത്തിന് മുമ്പ് നീ ഗർഭം ധരിക്കും. ഈ അടുത്തിരുന്നവരൊക്കെ കസേര ഇച്ചിരൂടെ മാറ്റിയിട്ട് കാണും. എന്തൊരു നാണം കെട്ട ദൂത്! അങ്ങനെ ഒരു പാസ്റ്റർ ഇവിടെ വന്ന് ദൂത് പറഞ്ഞാൽ നിങ്ങൾ വെച്ചേക്കോ അയാളെ? ഈ ഡോർ തുറന്ന് പുറത്തു പോകാൻ നമ്മൾ അനുവദിക്കത്തില്ലല്ലോ. മോശം ദൂതും പറഞ്ഞിട്ട് ഇയാള് അങ്ങനെ വിടുന്നില്ല എന്ന് പറയല്ലേ? സ്തോത്രം. പക്ഷേ ആ പാവം പിടിച്ച കന്യകയായ സ്ത്രീ നിന്നയാണ് തൻ്റെ മേൽ വീണതെന്ന് താൻ തിരിച്ചറിഞ്ഞിട്ടും, ഇത് പരിഹാസ്യ വിഷയമാണെന്ന് താൻ തിരിച്ചറിഞ്ഞിട്ടും അവൾ പറഞ്ഞ ഒരു പദമുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവായി വരട്ടെ. എൻ്റെ കുഞ്ഞെ, ദൈവത്തിങ്കൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഒരു പക്ഷേ നിനക്ക് അപമാനകരമെന്ന് നിനക്ക് ഇപ്പോൾ തോന്നിയാലും നാളെ നിന്നെ മഹത്വത്തിലേക്ക് കയറ്റാനാണ് ഈ വാക്കുകൾ എന്ന് നീ മറന്നു പോകരുത്. നീ പ്രതീക്ഷിച്ച ചില ദൂതുകളായിരിക്കില്ല ഇന്ന് പകൽ നീ കേൾക്കാൻ പോകുന്നത്. ഓ സ്തോത്രം, നിന്നെ സന്തോഷിപ്പിക്കുന്ന ശബ്ദമായിരിക്കില്ല ഇന്ന് പകൽ നീ കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇന്ന് നീ കേൾക്കുന്ന ദൈവശബ്ദം നാളെ നിന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നതാ. ഹല്ലേലൂയ. ആ പാവം പിടിച്ച പെങ്കൊച്ചിനെ എല്ലാവരും അന്ന് തന്നെ നോട്ടമിട്ടു. വീട്ടുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതൻ കൊടുത്ത അരുളപ്പാട് പോലെ ഈ പെൺകുട്ടിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിക്കണേ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞ് ജീവൻ വളരുകയാണ്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവത്തില്ലേ, എടി ഞങ്ങളോടെങ്കിലും ഒന്ന് പറ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, എന്നോടെങ്കിലും ഒന്ന് പറ, ഇതാരാ ഈ കൊച്ചിൻ്റെ അപ്പൻ?
ഈ കുഞ്ഞിന്റെ അപ്പൻ ആരാ? വീട്ടുകാർ ചോദിച്ചു കാണത്തില്ലേ ഈ കൊച്ചിന്റെ അപ്പനാരാ? നാട്ടുകാർ ചോദിച്ചില്ലേ ഈ കൊച്ചിന്റെ അപ്പനാരാ? എല്ലാവരും മറിയ നടന്നു പോകുമ്പോൾ അടക്കം പറയുന്നുണ്ടാവില്ലേ? വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ച പെണ്ണാതെ പോകുന്നേ എന്ന് പറഞ്ഞ് ആ നിന്നയുടെ ചുമട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. അവള് ഗർഭം ധരിച്ചു, അവൾ കുഞ്ഞിനെ പ്രസവിച്ചു, കുഞ്ഞ് ജനിച്ചു. ഇപ്പോഴും ആളുകൾക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇവന്റെ അപ്പനാരാ? ജോസഫ് അല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ, കാരണം ഇത് വിവാഹത്തിന് മുമ്പുള്ള കൊച്ചാ. അങ്ങനെയെങ്കിൽ ഇവന്റെ അപ്പനാരാ? പ്രൈസ് ദി ലോർഡ്. യേശു കുഞ്ഞ് അടുത്ത വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവത്തില്ലേ? അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ കൊച്ചന്റെ അപ്പനാരാ? ലോകം മുഴുവൻ ചോദിച്ച ചോദ്യം, മറിയയോട് ചോദിച്ച ചോദ്യം, യേശു കുഞ്ഞ് വളർന്നു വന്നപ്പോൾ യേശുവിനോട് ചോദിച്ച ചോദ്യം. ഇതിന്റെ മറുപടി പറഞ്ഞ് മെനക്കെടാൻ മറിയയോ യേശുവോ നിന്നില്ല. ഇതിന്റെ മറുപടി വെളിപ്പെടുത്തിയത് സർവശക്തനായ ദൈവമാ. ലോകം കേൾക്കെ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. ലോകം നിന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളില്ലേ? ലോകം നിന്നെ പരിഹസിച്ചിട്ടില്ലേ? നിന്നെ അപമാനിച്ചിട്ടില്ലേ? ആ ചോദ്യങ്ങളുടെയും അപമാനത്തിന്റെയും പരിഹാസത്തിന്റെയും മറുപടി നീയല്ല പറയേണ്ടത്. സ്വർഗം തുറന്ന് സർവശക്തനായവൻ വിളിച്ചു പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. പക്ഷേ ആ ശബ്ദം വെളിപ്പെടാൻ 30 വർഷം യേശു കാത്തിരിക്കേണ്ടി വന്നു. പിതാവാം ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ, ഹല്ലേലൂയ, നമുക്കൊരു മാതൃക കാണിച്ചു തരാൻ താൻ യോർദാനിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോ ഇത്രയും വർഷത്തെ ചോദ്യത്തിന്റെ മറുപടി പിതാവ് വെളിപ്പെടുത്തുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇന്ന് പകൽ ഒരു സന്തോഷമുള്ളൊരു ദൂത് ഞാൻ പറയാം. നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ ഈ ലോകത്തിൽ ആരൊക്കെ സന്തോഷിക്കുമോ അതിനേക്കാൾ ഉപരി ഒരു സന്തോഷം സ്വർഗത്തിലുണ്ടാവും. എന്താ കാര്യം എന്നറിയാവോ? ആ സ്വർഗത്തിലെ, ആ സ്വർഗീയ കുടുംബത്തിലെ ഒരു കുഞ്ഞൂടെ ജനിക്കുക. ഭയങ്കര സന്തോഷമാ അവിടെ. സ്വർഗീയ ദൂതന്മാർ ആനന്ദിക്കും, എൻ്റെ യേശു കർത്താവ് സന്തോഷിക്കും, പിതാവാം ദൈവം ആനന്ദിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ച, ഓ സ്തോത്രം, യേശു കർത്താവിന്റെ കരുണ, നമ്മോട് തോന്നിയ സ്നേഹം, അവന്റെ രക്തത്തിന്റെ വില, അവൻ കൊടുത്ത ശക്തമായ വില, ഇതിന്റെ എല്ലാം മറുപടിയാ നീ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിൽ സ്നാനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴേ സഹോദരിമാരൊക്കെ സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ ഒരു ആന്റി ഒരു ബെഡ്ഷീറ്റും ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നില്ലേ? ആന്റി ഉണ്ടോ അവിടെ? ഇല്ല. ഓക്കെ, ഒരു ആന്റി. എനിക്ക് വലിയ സന്തോഷം തോന്നി. സഹോദരിമാരിങ്ങനെ കയറി വന്നപ്പോൾ ഒരു ആന്റി ഇങ്ങനെ പുതപ്പൊക്കെ പുതപ്പിച്ച് ഇങ്ങനെ കയറി. സഹോദരന്മാർ സ്നാനപ്പെട്ടപ്പോൾ വേറൊരു സഹോദരൻ ചെന്ന് പുതപ്പൊക്കെ പുതപ്പിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരുന്നല്ലേ. എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? ഇവൻ എൻ്റെ സഹോദരനാ, എൻ്റെ സഹോദരിയാ. ഇവന്റെ നഗ്നത ലോകം കാണാതെ ഇതിനെ മൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. എൻ്റെ ആത്മീയ മർമ്മം മനസ്സിലാകുന്നൊരു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എവിടെയെങ്കിലും ഒരുത്തം വീണുപോയാൽ അവൻ്റെ പുറകെ ക്യാമറയും കൊണ്ട് നടന്ന് അവൻ വീണടാ, അവള് വീണടി എന്നും പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, അവൻ്റെ നഗ്നതയെ മറയ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നഗ്നതയെ മറയ്ക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ സഹോദരനെ സഹോദരിയെ നമ്മൾ മറച്ച് നമ്മോട് കൂടെ ചേർക്കുന്ന എന്തിനാണെന്നറിയാമോ? സ്തോത്രം, ഇവന്റെ നഗ്നത, ഇവന്റെ കുറവുകൾ മറ്റൊരാൾ തിരിച്ചറിയാതിരിക്കാൻ, അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഭ തയ്യാറാ, ഞാൻ തയ്യാറാ, ഞങ്ങൾ തയ്യാറാ എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു തുണി പുതപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല. അതിന് പിന്നിൽ ഒരു ആത്മീക മർമ്മമുണ്ട്. മടങ്ങി വരാം.
ഇങ്ങനെ യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ യേശു കേൾക്കുകയാ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. രണ്ടാമത്തെ വാക്കെന്താ? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെന്താ? 30 വർഷം കേൾക്കാത്ത ശബ്ദം. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് ശക്തമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ പിതാവ് പറഞ്ഞില്ല നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ സ്നാനമേറ്റ് കയറി വരുമ്പം പറയുക, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ കാര്യം? ഈ 30 വർഷം നിന്നിൽ പ്രസാദിച്ചിരുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്. നിന്റെ വീട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ അയൽവക്കക്കാര്, എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടമായിരുന്നു. നിന്റെ സ്വന്തം സഹോദരങ്ങൾ, അവർക്കും നിന്നെ ഇഷ്ടമായിരുന്നു. ഇനി കേട്ടോ, ഇന്നു മുതൽ നീ ഒറ്റപ്പെടാൻ പോവുക. ഇന്നലെ വരെ നിന്നെ ചേർത്ത് പിടിച്ചവനൊക്കെ നിന്നെ തള്ളിക്കളയാൻ പോവുകയാ. എന്നാൽ അവൻ തള്ളുന്നതിന് മുമ്പ് ഞാനൊരു ഉറപ്പ് നിനക്ക് തരാം. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ കയ്യേറ്റിരിക്കുന്നു, നിന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, 30 വയസ്സ് വരെ യേശുവിന് യാതൊരു പ്രശ്നവും ഇല്ല. താൻ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി നേരെ യേശു എങ്ങോട്ടാ പോയെന്നറിയോ? മരുഭൂമിയിലേക്ക്. നമുക്കറിയാം, സ്നാനമേൽക്കുകയും ചെയ്തു, പരിശുദ്ധാത്മാവും കിട്ടി. ഇനിയിപ്പോൾ നല്ലൊരു സഭ എവിടെ ഉണ്ടെന്ന് നോക്കിയാൽ പോരായിരുന്നു യേശുവിന്. പക്ഷെ യേശു നേരെ മരുഭൂമിയിലോട്ട് പോയി. എന്തിനാ യേശു മരുഭൂമി പോയേ? ഉപവസിക്കാൻ. എന്തിനാ യേശു ഉപവസിച്ച്? കൊച്ചിൻ്റെ കല്യാണം നടക്കണം, ഒരു പുതിയ വണ്ടി വേണം, ഒരു വീട് വെക്കണം, അതിനൊക്കെ വേണ്ടിയാണോ? യേശു അതിനൊന്നും അല്ല ഉപവസിച്ച്. ഇവിടെ യേശു നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. യേശു ഉപവസിച്ച ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി. ലൂക്കോസ് 4:14 അത് എഴുതി വെച്ചിട്ടുണ്ട്. 40-ാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞ് യേശു ഇറങ്ങി വരുമ്പോൾ ആ മറുപടിയായിട്ടാണ് യേശു ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ഒറ്റ വിഷയമുള്ളായിരുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തുമാത്രം വിഷയം വെച്ച് പ്രാർത്ഥിച്ചേനെ. 200 പേജിൻ്റെ ഒരു ബുക്ക് നിറച്ച് ഞാൻ വിഷയം എഴുതിയേനെ. കാരണം 40 ദിവസമാണ്, 3, 7, 21 ഒന്നുമല്ല, 40 ദിവസമാണ്. 40 ദിവസവും പ്രാർത്ഥനാ വിഷയങ്ങൾ വേണം. അതിന് ഞാൻ എന്തൊക്കെ എഴുതിയാനെ? ഏറ്റവും പ്രധാനമായിട്ട് ഞാനായിരുന്നു എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, കൂടെ നിൽക്കാൻ കുറച്ച് പിള്ളേരെ വേണം. കാരണം ഒറ്റയ്ക്ക് നടക്കുകയല്ല, എല്ലായിടത്തും പോകണ്ടേ, നടക്കുകയല്ല. കൂടെ നിൽക്കാൻ കുറച്ച് പിള്ളേരെ വേണം. രണ്ടാമത്തെ കാര്യം, സാമ്പത്തിക ആവശ്യങ്ങൾക്കായി. നിങ്ങൾ പ്രയർ കാർഡൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി. 3, ഒരു വാഹനം വേണം. വാഹനമില്ലാതെ പരിപാടി ഏറ്റവും കുറഞ്ഞത് ഈ 3 വിഷയമെങ്കിലും കർത്താവിന് വെക്കാമായിരുന്നു, അല്ലേ? പക്ഷെ യേശു ഈ 3 വിഷയമല്ല, 30 വിഷയവും വെച്ചില്ല. ഒറ്റ വിഷയമായിരുന്നു യേശുവിന്. ലൂക്കോസ് 4:14 നമ്മൾ വായിക്കുന്ന വാക്യം ഇതാണ്: യേശു ആത്മാവിന്റെ ശക്തിയോടെ 40-ാം ദിവസം താൻ പ്രാപിച്ച മറുപടിയുമായി താൻ വരുമ്പോൾ, ആ മറുപടി എന്താണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? അപ്പൊ യേശുവിന്റെ 40 ദിവസത്തെ പ്രാർത്ഥന എന്തിനായിരുന്നു? ആത്മാവിന്റെ ശക്തി. അടുത്ത വാക്യം എന്താ എഴുതിയിരിക്കുന്നറിയോ? അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടുകളിലെങ്ങും പരന്നു. പ്രൈസ് ദി ലോർഡ്. ഒരത്ഭുതവും ചെയ്തില്ല, ഒരു വിടുതലും നടന്നില്ല, ഒരു ഫ്ലെക്സ് ബോർഡും അടിച്ചില്ല. പക്ഷേ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ലോകം അവനെ തിരിച്ചറിയാൻ തുടങ്ങി, ലോകം അവനെ അറിഞ്ഞു തുടങ്ങി. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടുകളിലേക്കൊക്കെയും പരന്നൊഴുകാൻ തുടങ്ങി. എന്താ പരന്നൊഴുകിയത്? അവൻ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ ലോകമേ, നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ റിപ്ലൈ കിട്ടി. ഇവന്റെ അപ്പൻ ആരെന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവാണ്. അത് ഞങ്ങൾ കണ്ടു. പിന്നെ 40 ദിവസം അവനെ കണ്ടില്ല. അവൻ ശക്തി പ്രാപിച്ചിറങ്ങി വന്നു. ഓ സ്തോത്രം! ആ ശക്തിയാൽ ഇനി ചിലതവൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടുകളിലൊക്കെയും പരന്നു. ഇനിയും യേശു ഈ വിഷയങ്ങൾ എഴുതി വെക്കാതിരുന്നത് കൊണ്ട് യേശുവിന് കിട്ടാതിരുന്നോ? അതോടെ അറിയണമല്ലോ. യേശുവിന് കിട്ടാതിരുന്നോ? ഇല്ല. കൂടെ നിൽക്കാൻ നല്ല 12 പിള്ളേരെ കിട്ടി. ഭയങ്കര ആക്റ്റീവാ ഇവര്, ഭയങ്കര ആക്റ്റീവാ. 12 പേരെ കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? സാമ്പത്തികം.
സാമ്പത്തികം അത്യാവശ്യമാണല്ലോ, സാമ്പത്തികം ഇല്ല പറ്റത്തില്ലല്ലോ. യേശു ഒരു സമ്പന്നനായിരുന്നോ തൻ്റെ ജീവിതത്തിൽ? ഞാൻ വിശ്വസിക്കുന്നു അവൻ ദരിദ്രനായിട്ടല്ല അവൻ ജീവിച്ചത്. കാരണം ടാക്സ് അടയ്ക്കണമെന്ന് പത്രോസ് പറഞ്ഞപ്പം കർത്താവിനെ പറഞ്ഞു, അടുത്ത മാസം നോക്കാമെന്ന് പറ എന്നാണോ പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞേ? നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച 3 പിള്ളേരുണ്ടല്ലോ, ചുമ്മാ അവരുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ പോയിട്ട് ഇറങ്ങാൻ നേരത്ത് ഒരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കണം. കർത്താവേ, മണ്ണടിഞ്ഞ് മൺമറഞ്ഞ് അസ്ഥി പോലും മിച്ചം കിട്ടാത്ത ഇരിക്കേണ്ട സമയമാണ്. ഈ സമയത്തും ജീവനോടെ ലാസറിനെ ഇവിടെ നിർത്തിയല്ലോ. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, ഒരു 50,000 കൈ കിട്ടും. അതുകൊണ്ട് നമുക്കുള്ള കരമൊക്കെ അടച്ചു ബാക്കി പൊറോട്ട ഇറച്ചി മേടിച്ചോണ്ട് വാ എന്നാണോ പറഞ്ഞേ? കർത്താവ് പറയണ, ഒറ്റ ഒരുത്തിന് മുമ്പിൽ പോയി കൈ നീട്ടിയേക്കരുത്, ഒറ്റ ഒരുത്തിനോട് കൈ നീട്ടരുത്. എനിക്കും നിനക്കും ഉള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓ സ്തോത്രം. നീ പോയി ഒരു മീനെ പിടിക്ക്, നിനക്കറിയാവുന്ന പണി അതല്ലേ. നീ പോയി ഒരു മീനെ പിടിക്ക്, അതിന്റെ വായിലുണ്ട്. എനിക്കും നിനക്കും വേണ്ടിയുള്ളത് അതിന്റെ വായിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളതെല്ലാം കിട്ടി. ഇനിയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനുള്ള അപ്പമൊക്കെ കർത്താവ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട്, അങ്ങനെയാണല്ലോ ഈ മാസയോഗവും അങ്ങനെയുള്ള മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഇറച്ചി വിളമ്പാനായിട്ട് പ്രത്യേക ഒരു ചേട്ടനെ വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഇതിനകത്തോട്ട് ബീഫ് കയറരുത് എന്നുള്ള പരുവത്തിലുള്ള ഒരു സ്പൂണും ഒപ്പിച്ച് വെച്ചേക്കും. ആ കോരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 1.5 കിലോ ബീഫ് ഇപ്പോൾ നമ്മുടെ പാത്രത്തിൽ വീഴും തോന്നും, പക്ഷെ 3 പീസേ വീഴുള്ളൂ. അങ്ങനത്തെ ടൈപ്പുള്ള തവിയൊക്കെ ഉണ്ട്. പിന്നെ അത് വിളമ്പാൻ സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കൊടുത്ത ആൾക്കാരും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഭക്ഷണം എല്ലാം വിളമ്പിക്കഴിഞ്ഞ് 5000 പേർക്ക്, 5000 പുരുഷന്മാരെന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒരു യഹൂദ സിസ്റ്റം അനുസരിച്ച് അത് എഴുതി വെച്ചിരിക്കുന്നത്. സ്ത്രീകളെ കുറിച്ച് അധികം അവരങ്ങനെ പറയാറില്ല. 5000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 5000 സ്ത്രീകളും ഉണ്ട്. 5000 കുടുംബങ്ങളെന്ന് വെച്ചു. 5000 കുടുംബങ്ങൾക്ക് എത്ര പിള്ളേർ കാണും? എൻ്റെ അമ്മയൊക്കെ 10 പേരാ. എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ എത്ര പേരാന്ന് ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, എന്തുമാത്രം പിള്ളേർ കാണും. അതൊക്കെ പോട്ടെ, കണക്ക് കൂട്ടി നമ്മൾ ടെൻഷൻ ആകണ്ട. നമ്മുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് കൂട്ടാം. നാം 2, നമുക്ക് 2. എങ്ങനെ കൂട്ടിയാലും 25,000 പേരെങ്കിലും അവിടെ ഉണ്ട്. അപ്പം 25,000 പേർക്കുള്ള ഭക്ഷണമെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആരും കഴിക്കരുത്. എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ട്, ആരും കഴിക്കരുത്. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, വെറും 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഒന്ന് ഒപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളിൽ ആരും ആക്രാന്തം കാണിക്കരുത്. ഒരുത്തൻ ആക്രാന്തം കാണിച്ചാൽ ഒരുത്തന് കുറഞ്ഞു പോകും. അതുകൊണ്ട് കിട്ടിയത് കഴിച്ച് സ്വോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകണം എന്നാണോ പറഞ്ഞ്? അല്ല, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? അവർ ഭക്ഷിച്ച് തൃപ്തി വരുവോളം, ഭക്ഷിച്ച് തൃപ്തി വരുവോളം എന്ന് പറഞ്ഞ 3 ദിവസമായിട്ട് പട്ടിണി ഇരിക്കുന്നവന്റെ മുമ്പിലോട്ട് ഭക്ഷണം കൊണ്ടുവച്ച് കൊടുത്താൽ 3 പേര് കഴിക്കുന്ന ഭക്ഷണം ഒറ്റ ഒരുത്തൻ കഴിക്കും. അതിനുശേഷം അവൻ കഴിച്ചു. കാരണം കർത്താവ് കൊടുത്തതല്ലേ, ഇതിന് ഭയങ്കര രുചിയായിരിക്കും. അവൻ പിന്നെയും കഴിച്ചു. ഇങ്ങോട്ട് എടുക്കുന്നത് വരെ അങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് 12 കൊട്ട നിറച്ചു എടുത്തു. ദരിദ്രനാണോ? ഏത് സമ്പന്നന് പറ്റും? പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ കോടീശ്വരനോട് ചോദിച്ചേ, ഇപ്പൊ ചെന്നിട്ട് നിങ്ങൾ പറ, ഇന്ന് ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ 25,000 പേർക്ക് ഭക്ഷണം കൊടുക്കണം, നടക്കുവോ? പുള്ളിയോട് എൻ്റെ പൊന്നു സുഹൃത്ത്, നടക്കുകയില്ല. നാളത്തേക്കാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കുറെ കേറ്ററിംഗുകാരെയൊക്കെ വെച്ച് ഞാൻ ഒപ്പിക്കാം. എൻ്റെ കർത്താവ് അവിടെ ദരിദ്രനല്ല. അവന്റെ മുമ്പിൽ വന്ന മുഴുവൻ ആളുകളുടെയും വയർ നിറയ്ക്കാൻ, മുഴുവൻ ആളുകൾക്കും സമൃദ്ധി കൊടുക്കാൻ, ആ മുഴുവൻ ആളുകൾക്കും തൃപ്തി കൊടുക്കാൻ എൻ്റെ യേശുവിന് കഴിഞ്ഞു. ഇനി നോക്കണേ, യേശു കർത്താവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവച്ച സ്ഥലം അല്ലേ, അതെങ്ങനെയാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഡെഡ് ബോഡി വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ആരാണ്ട് എല്ലാം കൂടെ വെച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന തലയോട്ടിയെല്ലാം കൂടെ കിടന്നെടുത്ത് ആ തലയോട്ടിയെല്ലാം തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ട് വെച്ചെന്നാണോ? അല്ല, ആരെയും ഒരു നാളും വെച്ചിട്ടില്ലാത്ത നല്ലൊരു കല്ലറയിൽ എൻ്റെ യേശുവിനെ ഒരു അടക്കം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇനി വണ്ടിയുടെ വിഷയം ഉണ്ടല്ലോ, പ്രാർത്ഥനാ വിഷയം, വണ്ടിയുടെ പ്രാർത്ഥനാ വിഷയം. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരെ, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അങ്ങോട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു BMW പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാണാം. അയ്യോ, BMW നല്ലല്ലോ, എന്തുവായിരുന്നു? ഇന്നത്തെ BMW അന്നത്തെ? അന്ന് BMW ഇല്ലെന്നേ.
അന്ന് യാത്ര ചെയ്യുന്നത് കഴുതയാ. അപ്പൊ ആ കഴുതയെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മീറ്റർ നിങ്ങൾ നോക്കണം, 00000 എന്നായിരിക്കും കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പോലും ഇതെന്ത് ചെയ്തിട്ടില്ല, ഓടിയിട്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരും ഒരു നാളും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കാണും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അമേരിക്കയിലുള്ള. പുള്ളി നാട്ടിൽ വന്നപ്പം ഇയാൾക്ക് വില കൂടിയ ഒരു കാറ് വേണം. ഇയാൾ വില കൂടിയ കാറ് പോയി ബുക്ക് ചെയ്തു. കളറും എല്ലാം കണ്ടു, എല്ലാം ബുക്ക് ചെയ്തു. വണ്ടി വന്നു പറഞ്ഞ ഡേറ്റിൽ. ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ 14 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പുതിയ വണ്ടിയാണ് ബുക്ക് ചെയ്തത്. അവർ പറഞ്ഞു, സാർ ഇത് പുതിയ വണ്ടിയാണ്. പുള്ളി പറഞ്ഞു, ഇത് പുതിയ വണ്ടിയല്ല. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങളുടെ അപ്പുറത്തെ ഷോറൂമിൽ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നതാണ്. പുള്ളി പറഞ്ഞു, ഇത് പുതിയ വണ്ടിയല്ല, പുതിയ വണ്ടിയാണെങ്കിൽ മൊത്തം 0 കാണണം. എന്നിട്ട് ഇവരെന്ത് ചെയ്യാന്നറിയാമോ? ഇത്രയും നല്ലൊരു കസ്റ്റമറെ പിണക്കണ്ടെന്നും പറഞ്ഞ് ഈ വണ്ടി ഉണ്ടാക്കുന്നിടത്തുനിന്ന് വേറെ വണ്ടിയുടെ മേളിൽ കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ വീല് കറങ്ങാതെ വളരെ സുരക്ഷിതമായിട്ട് ഇറക്കിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, സാർ ഇതാണ് പുതിയ. പുള്ളി പറഞ്ഞു, ഇതാണ് പുതിയ വണ്ടി, മറ്റേത് ആരോ ഓടിച്ച വണ്ടിയാ, അതെനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കയറിയ വണ്ടി നിങ്ങൾ നോക്കിക്കേ, ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത നല്ലൊരു വണ്ടി. അല്ലാതെ കർത്താവ് എന്നാ പറഞ്ഞ, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം, അവിടെ ഒരു ടയറൊക്കെ പഞ്ചറായി കിടക്കുമായിരിക്കും, സാരമില്ല, തള്ളി ഇങ്ങോട്ട് കൊണ്ടുപോകാം, എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ചങ്ങ് ഉപയോഗിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നു പ്രിയമുള്ളവർ, അതൊക്കെ എടുത്ത് കളഞ്ഞു വെച്ച് കർത്താവിനോട് പറ, കർത്താവ് എനിക്ക് പുതിയത് വേണം, എനിക്ക് പുതിയത് വേണം. കർത്താവ് തരുമെന്ന്, കർത്താവ് തരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, കർത്താവ് തരും. അത് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ചെറുതായിട്ട് കാണുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. ദൈവത്തിൻ്റെ മഹത്വത്തെ വലുതായിട്ട് നമ്മളൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇതൊന്നും കർത്താവിൻ്റെ ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പൊ കർത്താവിൻ്റെ ഉപവാസ വിഷയം ഇതൊന്നും അല്ലെങ്കിലും ഏറ്റവും നല്ലത് കർത്താവിന് കിട്ടി അല്ലേ? പക്ഷേ തൻ്റെ വിഷയം ഒന്നുണ്ടായിരുന്നു, അതേതാ? ശക്തി. യേശു ഉപവസിച്ച എന്തിനാ? ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10:36 കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയിരുന്ന പത്രോസ് പ്രസംഗിക്കുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കൊർന്നല്യോസ്, നിനക്കറിയാമോ, പിതാവായ ദൈവം നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്തൊക്കെ കൊടുത്തു? പരിശുദ്ധാത്മാവും ശക്തിയും. 2 വിധത്തിലുള്ള അഭിഷേകം യേശുവിൻ്റെ മേൽ വന്നു. നമുക്കിവിടെ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കൂടിപ്പോയെന്നും പറഞ്ഞ് നമ്മളിരിക്കുന്നത്. പക്ഷെ യേശു പറഞ്ഞു, കൂടിയില്ല, കുറവാ, എനിക്ക് ഇനിയും വേണം. ഏതാ? ശക്തിയാലുള്ള അഭിഷേകം. ഈ ശക്തിയാലുള്ള അഭിഷേകവുമായി യേശു തെരുവിലൂടെ നടന്നപ്പോഴാ രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാ, തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നവൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചേ? ശക്തി പുറപ്പെട്ടു. ശക്തി പുറപ്പെടണമെങ്കിൽ ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കാതെ ശക്തി പുറപ്പെടത്തില്ല. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ തന്നെ ദൈവാത്മാവിൽ ഞാൻ അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തുനിന്ന് ചിലതിനെ കർത്താവിന് എഴുന്നേൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഓ, നിന്റെ നിഴലടിക്കുമ്പോ, നീ ഒരു വാക്ക് പറയുമ്പോ, നിന്റെ ശരീരത്തെ ഒരാൾ സ്പർശിക്കുമ്പോൾ, ഓ, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശക്തി, യെസ്, നീ പോലും അത്ഭുതപ്പെടുമാറ് നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശക്തി നിന്റെ മേൽ പകരാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ആ ഹൃദയത്തിൽ പ്രകാശിക്കുന്നവർ അല്പനിമിഷം ആ കരങ്ങൾ ചേർത്തടിച്ച് ആ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. നിന്റെ മേൽ പകരപ്പെടുന്ന ശക്തിയുണ്ടല്ലോ, ഇത് സ്വർഗീയമായതാണ്, ഇത് സ്വർഗീയമായതാ. അത് രോഗങ്ങളുടെ മേൽ അധികാരമുള്ളതാ, അത് ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളതാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അഹറോന്റെ തലമേൽ വീണ അഭിഷേക തൈലം അവന്റെ താടിമേൽ വ്യാപരിച്ചൊഴുകിയതുപോലെ യേശുവിന്റെ മേൽ വ്യാപരിച്ച ശക്തിയുടെ അളവ് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് അത് വ്യാപരിച്ചൊഴുകി. രക്തസ്രാവക്കാരി വന്ന് സ്പർശിക്കുമ്പോൾ അവളുടെ ബാധ മാറി, അവൾ സ്വസ്ഥയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയരെ, ഈ ശക്തി നമ്മൾ പ്രാപിച്ചാൽ ഒരു പൈശാചിക ശക്തിക്കും
നിന്റെ പരിസരത്ത് പോലും വരാൻ പറ്റത്തില്ല, നിന്റെ അടുത്തവന് വരാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ അറ്റാക്ക് ചെയ്യാൻ അവന് പറ്റത്തില്ല. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. ഹല്ലേലൂയ. മടങ്ങി വരാം. ഇങ്ങനെ ഒന്നാമത് യേശു ദൈവശബ്ദം കേൾക്കുന്നത് സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോഴാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ട് എന്താണ് ബന്ധം? നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ട് ഉള്ള ബന്ധം, നാം സ്നാനമേറ്റ് കർത്താവിനോട് കൂടെ ചേരുമ്പോൾ കർത്താവ് നമ്മളെ കയ്യേക്കുക. ഇനി നീ ലോകത്തിനുള്ളവനല്ല, ഇനി നീ എനിക്കുള്ളവനാ. ഇനി നീ എനിക്കുള്ളവനാ. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞാനാ, നിന്നെ സംരക്ഷിക്കുന്ന ഞാനാ. ലോകം മുഴുവൻ നിന്നെ തള്ളിക്കളയട്ടെ, നിന്റെ ബന്ധുക്കൾ തള്ളിക്കളയട്ടെ, നിന്റെ കൂട്ടുകാർ തള്ളിക്കളയട്ടെ, ഓ നിന്റെ വീട്ടുകാർ മാറ്റി നിർത്തട്ടെ, പക്ഷെ നിന്നെ ഞാൻ കയ്യേറ്റിരിക്കുകയാ. ഹല്ലേലൂയ. ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വാക്കുകളാണ്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒന്നാമതായി യേശു ദൈവശബ്ദം കേട്ടു. രണ്ടാമത് യേശു ദൈവശബ്ദം കേൾക്കുന്നത് എവിടെയാന്ന് നമുക്കറിയാം. താബോർ മലയുടെ മുകളിൽ വെച്ച് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു നിൽക്കുമ്പോൾ യേശുവിൻ്റെ പ്രധാന ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും യേശുവും കൂടെ കയറി ചെല്ലുകയാണ്. ആ താബോർ മലയുടെ മുകളിൽ വെച്ച് ഈ ശിഷ്യന്മാർ കണ്ടു മോശയെയും ഏലിയാവിനെയും യേശുവിനെയും. ഇവരിലെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം ആളുകളും യഹൂദന്മാരായിരുന്നു, യഹൂദ പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഇവർ മോശയും ഏലിയാവിനെയും കണ്ടപ്പോൾ ഇവരുടെ അകത്ത് കിടന്ന ആ പഴയ സംഭവം അങ്ങ് ഉയർന്നു. അവർക്ക് മോശ ഏലിയാവ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം അവർക്ക്. ഉടനെ പത്രോസ് പറഞ്ഞു, ഞാൻ 3 കുടിലുണ്ടാക്കാൻ പോവാ. എത്ര കുടില? 3 കുടില്. ആർക്കൊക്കെയാ? ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് യേശുവിന് എന്ന് പറഞ്ഞ ഇവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഞങ്ങൾക്ക് മോശയും ഏലിയാവും യേശുവും എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ഈ സമയത്താണ് രണ്ടാമത് സ്വർഗം തുറക്കുന്നത്. സ്വർഗം തുറന്ന് യേശുവിൻ്റെ മേലൊരു തേജസ് വെളിപ്പെടുക, ഒരു മേഘം വെളിപ്പെടുകയാ. എന്നിട്ട് സ്വർഗസ്ഥനായ പിതാവ് ഇങ്ങനെ വിളിച്ചു പറയുകയാ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ, ഇവന് ചെവി കൊടുപ്പിൻ. എന്തോ അതിന്റെ അർത്ഥം? ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതമായിട്ടുള്ള ബന്ധം എന്താ? നമ്മൾ സ്നാനമേറ്റ് കർത്താവിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ട ഒരു ശബ്ദമുണ്ട്. അത് മോശയുടെ ശബ്ദമല്ല, ഏലിയാവിന്റെ ശബ്ദമല്ല, യേശുവിന്റെ ശബ്ദം. അതുകൊണ്ട് വചനം വ്യക്തമായി പറയുന്നു, മോശ ഭവനവും യേശു ഭവനം ചമച്ചവനുമാകുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയ ആളുകളായത്. മോശ, ഏലിയാവ്, ദാവീദ്, അബ്രഹാം, അതെല്ലാം അവർക്ക് വലിയ വലിയ ആൾക്കാരാ. എന്തിനേറെ നമുക്കും അതൊക്കെ തന്നെയാ. നമ്മൾ ഇന്നും പ്രാർത്ഥിക്കും, അബ്രഹാമിന്റെ ദൈവമേ. അതിനേക്കാൾ പവർഫുൾ ആയിട്ടൊരു വാക്ക് ഞാൻ പറഞ്ഞു തരാം, എന്റെ പിതാവേ. ഇതിലേതാ പവർഫുൾ ആയിട്ട് തോന്നി? അബ്രഹാമിന്റെ തന്നെയല്ലേ? അങ്ങനെ ഇരുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നാം എന്ത് പ്രാപിക്കണം? അബ്രഹാം ആരായിരുന്നു? ദാസനായിരുന്നു, പുത്രനല്ല, ദാസൻ. ദാവീദ് ആരായിരുന്നു? അതുകൊണ്ടാ ദാസന്റെ കണ്ണ്, ദാസിയുടെ കണ്ണ്. ഇതും പറഞ്ഞ് പ്രാർത്ഥിക്കും ഇന്നും നമ്മള്. എന്തോ മണ്ടത്തരമൊക്കെ കാണിക്കുന്നറിയോ? നമ്മള് ദാസന്മാരല്ല, നമ്മള് മക്കളാ. വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, അപ്പാ പിതാവേ എന്ന് വിളിക്കപ്പെടുവാൻ സ്വപുത്രന്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഹൃദയത്തിലാക്കി. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, വിശുദ്ധീകരിക്കുന്നവനും
വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവനാരാ? യേശു. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാ? നമ്മൾ ഓരോരുത്തരും. യേശുവിനും നമുക്കും ഒരുവനല്ലോ പിതാവ്. ഈ ഒരു രാത്രിയിൽ ദൈവാത്മാവിനെ വെളിപ്പെടുത്തിയ ഒരു വചനം, അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉറങ്ങാനായി കിടക്കുമ്പോൾ, പ്രാർത്ഥനയെ കഴിഞ്ഞ് ഉറങ്ങാനായി കിടക്കുമ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് എന്നെ തട്ടി എഴുന്നേപ്പിച്ച് പറഞ്ഞു, ആ വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാനതെടുത്ത് വായിച്ച് കട്ടിലേന്ന് ഞാൻ വീണു തറയിൽ. അവിടെ കിടന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ചു. കാരണം പിതാവായ ദൈവം നോക്കുമ്പോൾ യേശുവും ഞാനും പിതാവിന് ഒന്നാ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. യേശു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും പുത്രനാക്കി തീർക്കാനും തേജസ്സിലേക്ക് നയിക്കാനും. ഹല്ലേലൂയ! അങ്ങനെ നിങ്ങൾ ഇനി ദാസന്മാരല്ല, പിന്നെ ആരാ? പുത്രന്മാരത്രേ. ഇത്ര സന്തോഷമുള്ളോ? ഓ, നമുക്കിപ്പോഴും പണിക്കാരായിട്ട് നിൽക്കുന്ന ഇഷ്ടം അല്ലേ? ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്ക് പോകുന്ന എന്തിനാ? ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് പോകുന്ന എന്തിനാ? ചെയ്ത ജോലിയുടെ കൂലി മേടിക്കാനാ അല്ലേ? അങ്ങനെ വല്ലതും കിട്ടാനുണ്ടോ? ചെയ്താലല്ലേ കിട്ടുള്ളൂ. ചുമ്മാ വന്നിരുന്നാൽ വല്ലതും കിട്ടുമോ? കിട്ടത്തില്ല. എന്തേലും ചെയ്താലല്ലേ കിട്ടുള്ളൂ അല്ലേ? മാസം മാസം എല്ലാവർക്കും, ദാസന്മാർക്ക്, ജോലിക്കാർക്കെല്ലാം ശമ്പളം കൊടുക്കുമ്പോൾ നിങ്ങളും ചുമ്മാ ഒന്ന് പോയി കൈ നീട്ടി നിന്ന് നോക്കിക്കേ. യജമാനൻ ചോദിക്കും, ആരാ എന്നാ? അല്ല, ഇവിടെ എന്തോ കൊടുക്കുന്നെന്ന് അറിഞ്ഞ് വന്നതാ. ഇവിടെ കൊടുക്കുന്നുണ്ട്, ചെയ്തവനേ കൊടുക്കുകയുള്ളൂ. ചെയ്യാത്തവൻ എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതുപോലെ പോയി നിന്ന് വാങ്ങാൻ പോലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല അല്ലേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാര് പറയുന്നത് ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്ക് എന്ന പോലെ നിൽക്കുക. പക്ഷെ പുതിയ നിയമത്തിലെ നമ്മൾ പറയുന്നത് ദാസം വന്ന് നിൽക്കുക എന്നല്ല, മറിച്ച് വേണ്ട മകൻ വന്നേക്കുക, മകള് വന്നേക്കുക. എന്താ വേണ്ട? ചെയ്ത ജോലിയുടെ കൂലിയാണോ? അല്ല, അവകാശം. അവകാശം. അവകാശവും കൂലിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നീ ദാസനല്ല, നീ മകനാണ്, നീ മകളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വ്യക്തമായി വചനം പറയുന്നു, അപ്പാ പിതാവേ. എങ്ങനെ വിളിക്കാം? അപ്പാ പിതാവേ എന്ന് വിളിക്കപ്പെടാൻ സ്വപുത്രന്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെ വിളിക്കാം? അപ്പാ പിതാവ്. എല്ലാവരും പറഞ്ഞ അപ്പാ പിതാവേ. സ്തോത്രം. യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരിക്കൽ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോടൊരു പരാതി പറയാം. പറഞ്ഞ പരാതി ഇങ്ങനെയാ, കർത്താവേ, ഞങ്ങൾ ഇന്നലെ യോഹന്നാൻ പാസ്റ്ററുടെ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ യോഹന്നാൻ പാസ്റ്റർ അവസാനം പറയാം, പത്രോസ് പ്രാർത്ഥിക്കും, യോഹന്നാൻ ആശീർവാദം പറയുമെന്ന്. പുള്ളിയുടെ വിചാരം നമ്മളിവിടെ പ്രാർത്ഥന പഠിച്ചോണ്ടാ എന്നാ. പക്ഷെ നാണം കെട്ടുപോയി കർത്താവേ. യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ എന്നാ പ്രാർത്ഥനയാണെന്നറിയോ? ഞങ്ങൾക്കാണ് പ്രാർത്ഥിക്കാനും നാണം കെട്ടുപോയി. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി യോഹന്നാൻ പാസ്റ്ററുടെ ചർച്ചിൽ പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഉടനെ കർത്താവ് എന്നാ പറഞ്ഞു, അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിഷയബന്ധിതമാണ് പ്രാർത്ഥന. അതായത് സാമ്പത്തികമാണ് വിഷയമെങ്കിൽ കെരീത്ത് തോട്ടിൽ തുടങ്ങാം എന്നാണ് പറഞ്ഞേ. വിഷയം എന്തായാലും നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയ രക്ഷപ്പെട്ടു കേട്ടോ. വെളിപ്പാട് അകത്ത് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ വിഷയം എന്തായിരുന്നാലും നീ ഈ വണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെ? എൻ്റെ അപ്പാന്ന് വിളിക്കണം. അല്ലാതെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് വിളിക്കണമെന്നല്ല പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ലേഖനത്തിലേക്ക് വരും പൗലോസ് പറയുന്നു, അപ്പാ പിതാവേ എന്ന് വിളിക്കപ്പെടുവാൻ. നമ്മളങ്ങനൊന്നും അല്ല. നമ്മൾ സ്റ്റേജിലോട്ട് കയറിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര രസകരമാണ്.
ആയി തുടങ്ങി അമ്മിൽ അവസാനിപ്പിക്കണം നമുക്ക്. എന്നാലേ നമുക്കതൊരു സുഖമായിട്ട് തോന്നത്തുള്ളൂ, അല്ലേ? ശബ്ദമൊക്കെ അങ്ങോട്ട് മാറും. അണ്ടകടാകങ്ങളെ നിർമ്മിച്ചവനും അഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് നിർമ്മിച്ചവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും എന്നും തുടങ്ങി നമ്മളങ്ങ് പോകും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ ദൈവം തമ്പുരാൻ മേളിയിരുന്ന് ഡിക്ഷണറി തപ്പിക്കൊണ്ടിരിക്കുക അവൻ എന്നെ വിളിച്ചതെന്നറിയാൻ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ വിചാരം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കർത്താവ് കേൾക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ. ഈ കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നേ, അപ്പൻ്റെ അടുത്ത് അല്ലെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇത് പറയുന്ന വല്ലതും മനസ്സിലാവുമോ? പക്ഷെ ഇവൻ്റെ ആ ശരീരഭാഷയും ഇവൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. അല്ലാതെ നമ്മൾ പറയുമോ നല്ല വൃത്തിയായിട്ട് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ വെള്ളം തരാം എന്ന് പറയുമോ? സ്ഫുടമായിട്ട് ചോദ്യം, അന്നേരം വെള്ളം തരാം, അതുവരെ നിനക്ക് വെള്ളമില്ല എന്നാരും നിഷേധിക്കത്തില്ല. ഇത് ചോദിച്ചില്ലേലും നമ്മൾ എന്ത് ചെയ്യും? യോ എൻ്റെ കുഞ്ഞിന്ന് വെള്ളം കുടിച്ചില്ല, എൻ്റെ കുഞ്ഞിന് പാല് കുടിച്ചില്ല, യോ കുഞ്ഞിനെന്ന് എന്തോ പറയുന്നേ സെർലാക്ക് കൊടുത്തില്ല, ഹോർലിക്സ് കൊടുത്തില്ല, അതിന് കൊടുക്കണം അല്ലേ? അത് ചോദിച്ചില്ലേ പോലും കൃത്യസമയത്ത് എന്ത് ചെയ്യും? കൊടുക്കും അല്ലേ? ഇത് ദാസനാണെന്നും പറഞ്ഞിരുന്നാൽ കിട്ടുകയല്ല. പണിക്കാരൻ വന്നാലും 10 മിനിറ്റ് നിൽക്കേണ്ടി വരും. ചേച്ചി ഇച്ചിരി വെള്ളം തരാവോ അല്ലേ? പക്ഷെ മകൻ അങ്ങനെയാണോ? പുറത്ത് വന്ന് നിൽക്കുകയാണോ? ഇച്ചിരി വെള്ളം കിട്ടുമോ? അവൻ ഇങ്ങോട്ട് ചാടിക്കേറി അടുക്കളയിലോട്ട് വന്നിട്ട് ആ ഫ്രിഡ്ജ് അങ്ങോട്ട് വലിച്ചു തുറന്ന് അതിനകത്തിരിക്കുന്ന തണുത്ത വെള്ളം എടുത്ത് അവനെ കുടിക്കുക. അവിടെ ആരും അവനെ തടയില്ല, ആരും അവനെ വഴക്ക് പറയില്ല. കാരണം അവൻ മകനാണ്, അവൻ മകനാ. അപ്പൊ മകന് കിട്ടുന്നത് ചെയ്ത ജോലിയുടെ കൂലിയല്ല, അവകാശമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മക്കളെങ്കിലോ അവകാശികളുമാണ്. അതുകൊണ്ട് സുറഫോനിക്കക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോ യേശു പറഞ്ഞു മക്കളുടെ അപ്പോ ഇത്. ആരുടെ അപ്പോ? മക്കളാരാ? അതിനും പഠിക്കണം. ഞാനാ, നമ്മളാ. യേശു പറയാം മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. ഉടനെ ആ പാവം പിടിച്ച സ്ത്രീ അവളുടെ വിശ്വാസത്തിന്റെ തീവ്രത കൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ഉടയവരുടെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ടും നായ്ക്കുട്ടികൾ ജീവിക്കുന്നുവല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഉടയവരുടെ മേശയിൽ നിന്ന് താഴെ പോകാൻ കാരണം എന്താ? അഹങ്കാരം പിടിച്ച പിള്ളേരുണ്ടെങ്കിൽ താഴെ പോകും. മനസ്സിലായില്ല? അഹങ്കാരം പിടിച്ച പിള്ളേരുണ്ടെങ്കിലേ ഇത് മുഴുവൻ താഴെയായിരിക്കും. കാരണം ഇതിങ്ങൾക്ക് വേണ്ട, ഇതിങ്ങൾക്ക് വേണ്ട. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, ഞാൻ തന്നെ കഴിച്ചോളാം എന്നൊക്കെ വീരവാദമൊക്കെ അടിച്ച് നമ്മൾ പ്ലേറ്റിനകത്തൊക്കെ ഇട്ട് കൊടുക്കും. ഇച്ചിരി കഴിയും പ്ലേറ്റ് കാലിയായിരിക്കും, പക്ഷെ ഭക്ഷണം മുഴുവൻ താഴെയായിരിക്കും. ഇതുങ്ങളൊട്ട് തിന്നത്തുമില്ല, ഇത് മുഴുവൻ അവിടെ എല്ലാം തെറിപ്പിച്ച് ഒരു പരുവാക്കി വെക്കും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അഹങ്കാരം. കാരണം നിനക്കിത് ഇഷ്ടം പോലെ ഉണ്ട്, അതിൻ്റെ അഹങ്കാര. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രി ഉണ്ടായിരുന്ന ഒരാളാണ്. നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിൽ ചർച്ചുകളുണ്ടായിരുന്ന ആളാണ്. അപ്പം ഞാൻ അവിടെ പോകുമ്പം ഈ ഗാവുകളിൽ പാവം പിടിച്ച കുഞ്ഞുങ്ങളുടെയൊക്കെ അടുത്ത് പോകും. അപ്പം നമ്മുടെ വണ്ടി അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഓടി വരും. എന്തിനാ? കാശ് കിട്ടുമെന്ന് ഓർത്തൊന്നുമല്ല, ഒരു ബിസ്ക്കറ്റ് കിട്ടുമെന്നൊക്കെ ഓർത്താ ഇതുങ്ങൾ ഓടി വരുന്നത്. ഒരു ബിസ്ക്കറ്റൊക്കെ കിട്ടി എന്നെ സന്തോഷമാണെന്നറിയാം അവർക്ക്. നമ്മുടെ പിള്ളേർക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുത്താൽ അവരത് തിരിച്ചും മറിച്ചും നോക്കും, ഇത് പട്ടിക്ക് കൊടുക്കാൻ മേടിച്ചതാണ്, ഇതിനകത്ത് ക്രീമില്ലല്ലോ, ഈ ക്രീമിനൊരു ടേസ്റ്റ് ഇല്ലല്ലോ അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാ. പക്ഷെ ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ബ്രിട്ടാനിയയുടെയൊക്കെ നമ്മൾ സാധാരണ മേടിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ആ കുഞ്ഞുങ്ങൾ ആർത്തിയോടെ ഓടി വന്ന് മേടിച്ചിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കും നമ്മുടെ മുഖത്തോട്ട്, ഇനിയും കിട്ടുമെന്നും പറഞ്ഞു. ഞാനതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് കാണിച്ചു. മക്കളെ നിങ്ങൾ കണ്ടോ, ഒരു ബിസ്ക്കറ്റിന് വേണ്ടി പോലും കൊതിയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പിള്ളേർ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തരി ഭക്ഷണം പോലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഞാൻ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. എൻ്റെ 2 കുഞ്ഞുങ്ങളും ഒരു വറ്റ് ചോറ് പോലും ഇന്നും അവർ വേസ്റ്റ് ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ സ്കൂളുകളിൽ അവരെ കൂട്ടുകാരോടെല്ലാം അവർ വഴക്ക് പറയും ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കളയുമ്പോൾ. ഇങ്ങനെ ആരോ ചെന്ന് അവരുടെ അച്ഛമ്മനോട് പോയി പറഞ്ഞു, ഇതുപോലെ വഴക്ക് പറയാ ഇത് കളയുമ്പോൾ. അവനെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നാളത്തെ അസംബ്ലിയിൽ നീ ഭക്ഷണത്തെക്കുറിച്ച് ഒരു മെസ്സേജ് പറയണം. അവന് വലിയ സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. അവൻ പിറ്റേ ദിവസം നല്ലൊരു മെസ്സേജൊക്കെ റെഡി ആയിക്കൊണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജൊക്കെ പോയി അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത്,
നമുക്കെല്ലാം ഉള്ളതിൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ട് എന്തു ചെയ്യും? ഇതെല്ലാം ചവിട്ടിക്കളയുക. നമുക്കങ്ങ് വിമർശനങ്ങളാണ് നമുക്ക് മൊത്തം. എല്ലാം അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ടോ, ഇങ്ങനെ ബൈബിളിൽ തെളിവുണ്ടോ? നമുക്കെല്ലാം തെളിവുകളാണ് വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, രക്തസ്രാവക്കാരി സ്ത്രീയോടൊന്ന് ചോദിച്ചേ, നിനക്ക് തെളിവുണ്ടോ? നിനക്കാകെ ഉള്ള തെളിവെന്താ? ഈ രോഗം പിടിച്ചവള് പാളയത്തിന്റെ പുറത്ത് കിടക്കണമെന്നാണ് ന്യായപ്രമാണം പറയുന്നത്. പാളയത്തിനകത്ത് ഇവള് പ്രവേശിച്ചാൽ ഇവളെ കല്ലെറിഞ്ഞ് പുറത്തു കൊണ്ടുപോകണം. ഇവൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പുരുഷനെയോ സ്ത്രീയെയോ സ്പർശിച്ചു പോയാൽ ആ വ്യക്തി 7 ദിവസം അശുദ്ധയായി പാളയത്തിന്റെ പുറത്ത് കിടക്കണം. ഇതാണ് ഇവക്കറിയാവുന്ന നിയമം. പക്ഷെ അവള് ചെയ്തത് എന്താ? 10,000-കണക്കിന് ആളുകളുടെ ഇടയിലൂടെ എൻ്റെ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ പാളയത്തിന്റെ പുറത്ത് കിടന്നവള് പാളയത്തിനകത്ത് കയറി അവൾ ഈ ജനസമൂഹത്തിന്റെ ഇടയിലൂടെ തിക്കിത്തിരക്കി ഓടി വന്ന് യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു. ഹല്ലേലൂയ! അവളോട് ചോദിച്ചേ, ന്യായപ്രമാണം ഇതാണോ അനുശാസിക്കുന്നേ? ന്യായപ്രമാണത്തിൽ ഇതല്ലല്ലോ തെളിവുകൾ കാണുന്നേ. നിനക്കിതിന് എവിടെയാണ് വാക്യം? അവന്റെ വസ്ത്രത്തെ പിടിച്ച സൗഖ്യം കിട്ടുമെന്ന് എവിടെയാ നിനക്ക് തെളിവുള്ളത്? അവള് പറയാം, അതൊന്നും എനിക്കറിയത്തില്ല. ഈ ന്യായപ്രമാണം ഇത്രയും വർഷം ഞാൻ അനുഷ്ഠിച്ചത്. അങ്ങനെയാണ് ഞാൻ പാളയത്തിന് പുറത്ത് കിടന്നത്. എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ വിറ്റു, എല്ലാം ഞാൻ വൈദ്യന്മാർക്ക് കൊണ്ട് കൊടുത്തു. ഞാൻ ഈ പോയി കാണാത്ത ഒരു ഡോക്ടർമാരും ഇല്ല. ഇതെല്ലാം ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് സൗഖ്യം ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാമായിരുന്നു, അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന്. അങ്ങനെ ഞാൻ നിയമങ്ങളെ കാറ്റിൽ പറത്തി. ആരെയൊക്കെ ഞാൻ സ്പർശിച്ചോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ ഓടി വന്നവന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു. തൊട്ട മാത്രയിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ! പലരും നിന്നോട് ചോദിക്കത്തില്ലേ, ഇതിനൊക്കെ എവിടെയാ ബൈബിളിൽ തെളിവ്? നമ്മുടെ പള്ളി വിട്ട് പോണോന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലേ, തെളിവുകൾ ചോദിക്കത്തില്ലേ? പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം കുഞ്ഞെ, നിന്റെ വിശ്വാസമാണ് നിന്നെ വിടുവിക്കുന്നത്. നിന്റെ വിശ്വാസമാണ് നിന്നെ സൗഖ്യമാക്കുന്നത്. തെളിവുകൾ വെച്ചല്ല. ഒരാൾ ചെയ്തു പോയത് അതുപോലെ ചെയ്തു വാ, എന്നാൽ വിടുതൽ തരാമെന്ന് എന്റെ ദൈവം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നീ ചെയ്യാൻ തയ്യാറാണോ, അവിടെ വിടുതലുണ്ട്. കർത്താവിന്റെ അടുക്ക വന്ന പല രോഗികളിലും പല രീതിയിലാണ് കർത്താവ് ഇടപെട്ടത്. ഒരുത്തനോട് പറഞ്ഞു, നീ പോയി ശീലോഹാംകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം സൗഖ്യമാകാൻ വന്നവൻ ശീലോഹാംകുളത്തിന്റെ റൂട്ട് മാപ്പ് എടുത്തോണ്ടല്ല വരേണ്ടത്. കാരണം അടുത്തവനെ ശീലോഹാംകുളത്തിലോട്ട് ആയിരിക്കത്തില്ല കർത്താവ് വിടുന്നത്. കണ്ടപ്പോഴേ പറയാ, നീ കാഴ്ച പ്രാപിക്കാം, നീ സൗഖ്യമാകാം. പ്രൈസ് ദി ലോർഡ്. തെളിവുകൾ വെച്ചല്ല ദൈവിക വിടുതൽ വെളിപ്പെടുന്നത് നാം തിരിച്ചറിയണം. നിന്റെ വിശ്വാസമാണ്. ഒരുപക്ഷെ ഈ ചർച്ചിനകത്ത് ഇന്ന് നിനക്ക് വരാൻ പറ്റിയിട്ടില്ല. നീ ഓൺലൈനിലൂടെ നിന്റെ ബെഡ്റൂമിൽ ഇരുന്ന് കാണുകയായിരിക്കാം, നിന്റെ വാഹനത്തിലിരുന്ന് നീ കാണുകയായിരിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഒരു പദം നീ പറഞ്ഞാൽ അത് നിന്റെ വിശ്വാസത്തിന്റെ അളവാണ്, അത് നിന്റെ വിശ്വാസത്തിന്റെ ആഴമാണ്. അവിടെ തെളിവുകളും മാതൃകയും എൻ്റെ കർത്താവ് ചോദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്തോടെ വന്നാൽ നീ സൗഖ്യമാകും. ഹല്ലേലൂയ. ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോ അനുരാജ് പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. അതായത് ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ശതാധിപൻ, ശതം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? ഏകം എത്രയാണെന്നറിയോ? അതറിയത്തില്ല, പിന്നെ ശതം ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏകം എത്രയാ? 1, ദശം 10, ശതം 100. അപ്പൊ ശതാധിപൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? 100 പേർക്ക് അധിപൻ. പട്ടാളത്തിലെ കാര്യ. 100 പട്ടാളക്കാരുടെ തലവൻ. അയാളെ എന്തായിരിക്കും വിളിക്കുന്നത്? കമാൻഡർ. 100 പേരുടെ. ഓക്കെ, എന്തായിക്കോട്ടെ, കമാൻഡറോ മേയറോ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറയുന്ന ചില പദങ്ങളുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറയാ, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. വാക്കെന്താ? ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? ഈ സുരേഷ് പാസ്റ്റർ അടുക്ക വന്നിട്ട് ഞാൻ പറയാം ഞാനും ഒരു പാസ്റ്ററാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? അദ്ദേഹവും ഒരു പാസ്റ്ററാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ഇദ്ദേഹം പറയാ ഞാനും അധികാരത്തിനുള്ള മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? നീയും
അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. അപ്പൊ രണ്ടു പേർക്കും അധികാരം ഉണ്ടെന്ന് പുള്ളി സമ്മതിച്ചു. എന്നിട്ട് പുള്ളി ഇദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ കാര്യം പറയുക, ശതാധിപന്റെ അധികാരത്തിന്റെ കാര്യം വിവരിക്കുക. ഞാൻ ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും. കാരണം 100 പേര് എൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ എന്ത് പറഞ്ഞാലും അവരത് ചെയ്യും. പക്ഷേ എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അതിനോട് പോടാ എന്ന് പറയേണ്ടത് പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ അധികാരം കൊണ്ട് അത് നടക്കത്തില്ല, നിന്റെ അധികാരം കൊണ്ടേ അത് നടക്കത്തുള്ളൂ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ മർമ്മം മനസ്സിലായെന്ന് എനിക്കറിയില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, എന്ന് പറഞ്ഞാ എൻ്റെ വീട്ടിനകത്തുള്ള പ്രശ്നത്തിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ പറയണമെന്നല്ല, നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീടിനകത്ത് അത്ഭുതം സംഭവിക്കും. അന്നേരം ആ കർത്താവ് പറഞ്ഞേ, എൻ്റെ ഈ മിടുക്കന്മാര് ശിഷ്യന്മാർക്ക് പോലും ഇല്ലാത്ത വിശ്വാസം. അപ്പൊ എൻ്റെ മേലുള്ള അധികാരം എന്തെന്ന് ഇവൻ തിരിച്ചറിഞ്ഞു. ഇവൻ പറഞ്ഞത് മാനുഷിക അധികാരമാണ്, 100 പേരുടെ മുകളിലുള്ള മനുഷ്യൻ. ഞാൻ എന്തു പറഞ്ഞാലും ആജ്ഞാനുവർത്തികളായി 100 പേരുണ്ട്. പക്ഷെ നീ ഒരു പക്ഷെ ഇങ്ങോട്ട് വാടാന്ന് ഒരുത്തനോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അവൻ്റെ വാട്ടിന് പോകും. പക്ഷേ നിനക്കുള്ള അധികാരം മാനുഷിക അധികാരമല്ല, ആത്മീക അധികാരമാണ്. ഈ അധികാരമാണ് ദൈവമക്കളെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നീ കൈയടിക്കുമ്പോ, ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോ, അമേരിക്കയിലുള്ള നിന്റെ പ്രിയപ്പെട്ടവർ സൗഖ്യമാകുന്നത് നിന്റെ മേൽ കിടക്കുന്ന ആത്മീക അധികാരമാണ്. ഹല്ലേലൂയ. എത്ര ഉറപ്പോടും വിശ്വാസത്തോടും അമേരിക്കയിലൊക്കെ ഫോൺ ചെയ്തിട്ട് നമ്മൾ പറയും, കർത്താവ് ഇന്ന് നിന്നെ സൗഖ്യമാക്കുക. എവിടുന്ന് കിട്ടി ഈ ഉറപ്പ്? എവിടുന്ന് കിട്ടി ഈ ധൈര്യം? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന സ്വർഗീയ അധികാരത്തെ നമുക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ നാവിലൂടെ പുറപ്പെട്ടു വരുമ്പോൾ ചില അത്ഭുതങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് സംഭവിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് തിരിച്ചറിഞ്ഞ ശതാധിപൻ പറയുക, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. അവൻ്റെ ബാല്യക്കാരൻ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മേലുള്ള അധികാരത്തെ ശതാധിപൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഈ അധികാരം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്, ആത്മീക അധികാരം. നമ്മളൊരു പക്ഷേ ഒരാളോട് അനുസരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കണമെന്നൊന്നുമില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ താൻ പോടോന്നും പറഞ്ഞാൽ അവൻ ചിലപ്പോൾ എന്ത് ചെയ്ത് കളയും? പോയി കളയും. പക്ഷേ നമുക്കൊരു ആത്മീയ അധികാരമുണ്ട്. ഈ അധികാരം കൊണ്ട് ചിലത് ചെയ്യാൻ പറ്റും. ഈ അധികാരമാണ് ആദിമ നൂറ്റാണ്ടിലെ സഭ വെളിപ്പെടുത്തിയത്. കാരാഗ്രഹത്തിൻ്റെ അകത്ത് പത്രോസ് കിടക്കുമ്പോൾ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നത് ദൂതനാണെങ്കിലും ദൂതനെ കാരാഗ്രഹത്തിന്റെ അകത്ത് കൊണ്ടുവന്നത് സഭയുടെ പ്രാർത്ഥനയായിരുന്നു. ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്ത് കയറിയത് കൊണ്ട് പത്രോസ് പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ പത്രോസിന്റെ വിടുതലിന്റെ ഹല്ലേലൂയ പിന്നിൽ പ്രവർത്തിച്ചത് സഭയായിരുന്നു, സഭയുടെ പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് ദൈവദാസന്മാരൊക്കെ എഴുന്നേറ്റ് എന്നിട്ട് പറയത്തില്ലേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ചില വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്തിനാ അങ്ങനെ പറയുന്നതെന്നറിയാമോ? സഭയുടെ പ്രാർത്ഥനയ്ക്കൊരു അധികാരമുണ്ട്, സഭയുടെ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. അത് കാരാഗ്രഹത്തിനകത്ത് കിടന്നവനെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാം. രണ്ടാമത് യേശു ദൈവശബ്ദം കേട്ടത് താബോർ മലയുടെ മുകളിൽ. മോശയും ഏലിയാവും പ്രത്യക്ഷമായി നിൽക്കുമ്പോൾ മോശയും ഏലിയാവും യേശുവും നിൽക്കുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും നിൽക്കുന്നു. പത്രോസിലെ യഹൂദൻ ഉണർന്നു. അവൻ പറഞ്ഞു, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാൻ പോവുക. 3 കുടിലുണ്ടാക്കാൻ പോവുക. ആർക്കൊക്കെയാ? ഒന്ന് മോശയ്ക്ക്, മറ്റൊന്ന് ഏലിയാവിന്, മറ്റൊന്ന് യേശുവിന്. ഈ സമയത്ത് സ്വർഗം തുറക്കുന്നു. ഒരു മേഘം വന്ന് യേശുവിനെ മൂടുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, വലിയൊരാഴമാ. പഴയ നിയമത്തിൻ്റെ പ്രതിനിധികളായ 2 പേർ,
പുതിയ നിയമത്തിൻ്റെ പ്രതിനിധിയായ യേശു കർത്താവ് ഇതിനെ രണ്ടിനെയും നോക്കിയിട്ട് പിതാവ് പറയുക, നിങ്ങൾ ചെവി കൊടുക്കേണ്ടത് യേശുവിനാ, യേശുവിനാ, യേശുവിനാ. ക്രൈസ്തവ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഇപ്പോഴും മൂടുപടം കിടക്കുകയാ. മൂടുപടം നീങ്ങിയ പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പഴയ നിയമം വായിക്കരുതെന്നോ പഴയ നിയമം പ്രസംഗിക്കരുതെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ജനത്തെ നയിക്കേണ്ടത് യേശുവിലേക്കായിരിക്കട്ടെ. ഹല്ലേലൂയ. നിഴലായതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ പൊരുളായത്? ഡ്യൂപ്ലിക്കേറ്റിനേക്കാൾ നല്ലതല്ലേ ഒറിജിനല്? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്. പുതിയ നിയമം കടന്നു വന്നപ്പോ അധികം തേജസ്സുള്ളതായി അത് വെളിപ്പെട്ടു. പഴയ നിയമം വെളിച്ചമുള്ളതാ, തേജസ്സുള്ളതാ, പക്ഷെ അതിനേക്കാൾ തേജസ്സുള്ളതായി വെളിപ്പെട്ടു. ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിൽ കരണ്ട് വന്ന ഒരു സമയമില്ലേ? ആ സമയത്ത് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഒരു ബൾബ് ഓർക്കുന്നുണ്ടോ? W പോലെ ഫിലമെൻ്റ് ഒക്കെ ഉള്ള ഒരു ബൾബ്. ഇന്നത് എവിടെയേലും കാണാനുണ്ടോ? ഇല്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ട് LED ആയി അല്ലേ? ഇപ്പം നല്ല മനോഹരമായ ഹാലജനായി, ഭയങ്കര ഹൈ പവർ ലൈറ്റുകൾ ഇപ്പോൾ ഉണ്ട് അല്ലേ? അപ്പം ഇപ്പോഴും നമ്മൾ ആ ബൾബേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായവർക്കായി സ്തോത്രം. ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കറണ്ട് ബില്ലൊക്കെ ഇച്ചിരി കൂടുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഉപയോഗിച്ചു, സ്തോത്രം. പക്ഷേ ഞങ്ങൾക്കിഷ്ടം ഹാലജന. ഭയങ്കര വെട്ടമാണ്, ഭയങ്കര പ്രകാശമാണ്. ഒരു ചെറിയ കീടാണുവിന് പോലും ഒളിച്ചിരിക്കാൻ പറ്റാത്തതുപോലെ ഭയങ്കര പവർഫുള്ളായ ഒരു തേജസ്സാണ് യേശുവിൽ നിന്ന് നിന്റെ മേലും എൻ്റെ മേലും വെളിപ്പെട്ടതെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. രണ്ടാമത് യേശു ദൈവശബ്ദം കേട്ടത് അവിടെ. മൂന്നാമത് ദൈവശബ്ദം കേട്ടത് എവിടെയാ? ആ ഭാഗമാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12:24 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു നിന്നിട്ട് ശിഷ്യന്മാരോട് പറയുക, തൻ്റെ ശുശ്രൂഷ കാലങ്ങൾ ഏകദേശം അവസാനിച്ചു തുടങ്ങി. ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം തന്നെ അരികിൽ വിളിച്ചു അവരോടായി പറയാം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇത് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് സംസാരിക്കുകയാ. പിതാവേ, ഞാൻ കടന്നു പോകുന്നത് വളരെ ക്രൂരമായ പ്രതിസന്ധികളിലൂടെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ മുന്നമേ യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശു കണ്ണുനീരോടെ പിതാവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കിത്തരണമേ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗം വായിച്ചിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനം ഞാനിങ്ങനെ കണ്ട ദർശനം ഇങ്ങനെയായിരുന്നു. യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ മുട്ടുകുത്തി നിൽക്കുന്നു. തൻ്റെ കയ്യിൽ ഒരു വലിയ പാനപാത്രമുണ്ട്. ഈ പാനപാത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കടും നിറത്തിലുള്ള രക്തം നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആ പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ലോകത്തിന് മുഴുവൻ പാപം, ഈ ലോകത്തിന് മുഴുവൻ ശാപം, ഈ ലോകത്തിന് മുഴുവൻ രോഗം, സകല കഷ്ടതകളും ഈ പാനപാത്രത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഈ പാനപാത്രത്തെ എടുത്ത് ഉയരത്തിലേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് യേശു പിതാവിനോട് ചോദിക്കുക, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഒന്ന് നീക്കി തരണമേ. ഈ സമയത്ത് ദൂതന്മാർ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. ദൂതൻ യേശുവിൻ്റെ നെറുകിൽ തലോടുന്നു. മറ്റൊരു ദൂതൻ ആ പാത്രം എടുത്ത് യേശുവിൻ്റെ ചുണ്ടോടടുപ്പിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട് ആ പാനപാത്രം യേശു കുടിച്ചിറക്കുന്നു. കുടിച്ചിറക്കിയ ഉടനെ
യേശു മുഖമടിച്ച് നിലത്തു വീഴുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളിക്ക് പകരം രക്തത്തുള്ളികൾ ധാരധാരയായി പുറപ്പെട്ടു വരുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളിക്ക് പകരം രക്തത്തുള്ളികൾ വരണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഒന്നെങ്കിൽ കൊടും വിഷമുള്ള രക്തയണലി ഈ ഒരു മനുഷ്യനെ കടിക്കണം, അല്ലെങ്കിൽ 3 ഹാർട്ട് അറ്റാക്ക് ഒരേ സമയത്ത് ഒരു മനുഷ്യന് വന്നാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നു. നോക്കണമേ, ഈ ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും യേശു കർത്താവ് കുടിച്ചിറക്കിയപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന് പകരം രക്തത്തുള്ളികൾ ധാരധാരയായി പുറത്തേക്ക് ഒഴുകി വന്നു. ഈ കഷ്ടതയെല്ലാം മുന്നമേ അറിഞ്ഞിട്ട് യേശു പിതാവിനോട് പറയുകയാ, പിതാവേ, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:24 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ സമയത്തിന്റെ പരിമിതിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. അവിടെ താൻ പറയുകയാ, എൻ്റെ നാഴിക വന്നിരിക്കുന്നു. ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കഷ്ടതയെല്ലാം വരുമ്പോഴും എനിക്കൊരാഗ്രഹമുണ്ട്, നിന്റെ നാമം മഹത്വപ്പെടണം, നിന്റെ നാമമൊന്ന് മഹത്വപ്പെടണമേ. ഇത് യേശു പറയുമ്പോ മൂന്നാമത്തെ ശബ്ദം യേശു ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും നിന്നെ മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. മൂന്നാമത് യേശു ദൈവശബ്ദം കേൾക്കുന്ന അവിടെയാ. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും നിന്നെ മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. നോക്കണേ പ്രിയരെ, ഇത് നമ്മുടെ വിശ്വാസ ജീവിതവുമായി വലിയൊരു ബന്ധമുണ്ട്. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടമാ. 2 ഘട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. 1 ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം, 2 ക്രിസ്തീയ ജീവിതത്തിന്റെ തുടർച്ച, 3 ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാന ഘട്ടം. എന്നാണ് നമ്മുടെ അവസാന ദിവസം? എന്നാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ മോശ പറയുന്നൊരു കാര്യമുണ്ട്, നാളുകളൊക്കെ ഒന്ന് എണ്ണുന്നത് നല്ലതാന്നാ, ദിവസങ്ങളൊക്കെ ഒന്ന് എണ്ണുന്നത് നല്ലതാ. നമ്മുടെ ദിവസങ്ങളൊന്ന് എണ്ണിയാൽ എത്ര ദിവസം കാണുമെന്നറിയോ? നമുക്ക് എത്ര ദിവസം കാണും? മോശ പറയുന്ന ഏറെയായാൽ 70 അല്ലെങ്കിൽ 80. 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നാൽ അവൻ എത്ര ദിവസം കിട്ടുമെന്നറിയോ? 29,200 ദിവസം കിട്ടും. 29,200 ദിവസം. ഇനിയല്ല, ജനിച്ചു വീണ അന്ന് മുതൽ 80 വയസ്സ് വരെ. അതിലൊരു 40 ആയതാണെങ്കിൽ അത് നേർ പകുതിയാവും. 60 ആണെങ്കിൽ അത് വീണ്ടും അതിൻ്റെ പകുതിയാവും. അങ്ങനെ ഒരു ഏകദേശം ഒരു 6000 ദിവസങ്ങളൊക്കെ 80 വയസ്സ് വരെ ഉള്ള കാലയളവിൽ വെച്ച് കൂട്ടി നോക്കിയാൽ അത്രയൊക്കെ കാണത്തുള്ളൂ. അതും നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇന്ന് നമ്മൾ വീട്ടിൽ ചെല്ലുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ ഉണരും നമുക്ക് ഉറപ്പില്ല. അങ്ങനെയെങ്കിൽ ഉറക്കത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് ഈ ദിവസം എൻ്റെ അവസാന ദിവസമാണെന്ന തിരിച്ചറിവോടെ നമ്മളൊന്ന് പോയിക്കേ. ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകലതും ദൈവസന്നിധിയിലൊന്ന് ഏറ്റുപറഞ്ഞ്, ആരോടെങ്കിലും കയ്പ് വെച്ചോണ്ടിരിപ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലും പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിലൊന്ന് ഏറ്റുപറഞ്ഞ്. കാരണം പ്രഭാതത്തിൽ നീ ഉണരുമോ എന്ന് നിനക്കറിയില്ല. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞത്? സൂര്യൻ അസ്തമിക്കുവോളം എന്ത് ചെയ്യരുത്? കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അടുത്ത ഉദയത്തിൽ നീ കാണുമോ എന്ന് നിനക്കറിയില്ല. അപ്പോൾ ഓരോ ദിവസങ്ങളും എൻ്റെ അവസാന ദിവസങ്ങളായി നാം കണ്ടുകൊണ്ട് ഒന്ന് ജീവിച്ചേ. അവിടെ നമ്മുടെ വിശുദ്ധി വെളിപ്പെടുന്ന കാണാൻ പറ്റും. വിശുദ്ധി വെളിപ്പെടുന്ന കാണാൻ പറ്റും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ ICUവിൽ കിടന്നിട്ടുള്ള ആൾക്കാരുണ്ടോ? ICUവിൽ ഹോസ്പിറ്റൽ ICUവിൽ ഒത്തിരി പേരുണ്ട്. ഞാനും കിടന്നിട്ടുണ്ട്. എന്നെ രസമാണെന്നറിയോ അവിടുത്തെ ജീവിതം? ICUവിൽ കിടക്കണം, ചുമ്മാ ഒന്ന് കിടന്നു നോക്കണം, ഭയങ്കര രസമാണ്. കാരണം കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് ടെൻഷൻ നമുക്കില്ല, പിള്ളേരെ സ്കൂളിൽ വിടുന്നതിന് ടെൻഷൻ ഇല്ല, പിള്ളേരുടെ ഫീസ് അടയ്ക്കുന്നതിന് ടെൻഷൻ ഇല്ല, ഒന്നും അറിയണ്ട. AC-ക്കകത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കാം. ICU എന്ന വാക്കിനകത്ത് തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം. ICU ആരെയാ? അത് മാത്രമേ ഉള്ളൂ. എപ്പോഴാ അങ്ങോട്ട് വരാൻ പറ്റുന്നേ? അത് മാത്രമേ ഉള്ളൂ, അല്ലേ? ICU. നിന്നെ ഒന്ന് കണ്ടാൽ മതി. വേറൊരു കാര്യം, അപ്പുറത്തെ ഗോപാലൻ്റെ മകളെ
ഒളിച്ചോടി. ആരുടെയാണെന്ന് അറിയത്തില്ല, ഒന്ന് കണ്ടുപിടിക്കണം, അന്വേഷിക്കും അവിടെ കിടന്ന്. നമ്മുടെ വിഷയമല്ല അതൊന്നും, നമ്മുടെ പ്രശ്നമല്ല. ഇവിടെ ഈ ആരോഗ്യത്തോടെ 3 നേരം ശാപ്പാടും അടിച്ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം അന്വേഷിക്കാൻ പോകുന്നത്. അയ്യോ, അവിടെ ഒരു പാസ്റ്റർ വീണു പോയെന്ന് കേട്ടു, ഉടനെ പോവുക ക്യാമറയും തൂക്കി. അതെവിടാ വീണെന്നറിയാൻ. നീ ICUവിൽ ഒന്ന് കിടന്നു നോക്കിക്കേ, ഒരിടത്തും പോവുകയല്ല. അവിടെ കിടന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും, കർത്താവേ ആ ദൈവദാസനെ വിടുവിക്കണേ, ആ ദൈവദാസനെ സഹായിക്കണേ. അത്രേ ചെയ്യത്തുള്ളൂ. കാരണം എൻ്റെ മരണത്തോട് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം ഒരു മനുഷ്യന് വന്നാൽ അവൻ അവിടെ വിശുദ്ധനാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ നമ്മുടെ നടപ്പും പാവവും പോക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനെങ്കിലും ചാകത്തൊന്നുമില്ല, എവിടെ ഇരിക്കുന്ന എല്ലാവരും പോകും, ഞാൻ പോവുകയല്ല എന്നും പറഞ്ഞൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. ചുമ്മാതാ, ചിലപ്പോൾ ആദ്യം ഞാനായിരിക്കും പോകുന്നത്, പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒറ്റ ആഗ്രഹം, പിതാവേ എൻ്റെ ജീവിതം കൊണ്ട് നിന്റെ നാമം മഹത്വമെടുക്കണം. ഒരുപക്ഷെ ഞാൻ ക്രൂശിൽ കയറിയേക്കാം, ഒരുപക്ഷെ റോമൻ പടയാളികൾ നീചമായി എന്നെ ഉപദ്രവിച്ചേക്കാം, അവരെന്നെ പരിഹസിച്ചേക്കാം, അവരെന്നെ അടിച്ചേക്കാം, മുറിവേൽപ്പിച്ചേക്കാം. കഠിനമായ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എനിക്കൊരാഗ്രഹമുണ്ട്, നിന്റെ നാമം മഹത്വപ്പെടണം, നിന്റെ നാമം മഹത്വപ്പെടണം. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, യേശു 3 പ്രാവശ്യമാണ് പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനിടയായി തീർന്നത്. ആ 3 പ്രാവശ്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. 1, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം. 2, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുൻപോട്ടുള്ള ഗമനം. 3, നമ്മുടെ ക്രിസ്തീയ ജീവിതം അവസാനിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.